ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചില സമയങ്ങളിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള മനുഷ്യന്മാർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അതിനെ വളച്ചൊടിച്ച് നമ്മുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണെന്ന് നമ്മളെ കൊണ്ട് തന്നെ തോന്നിപ്പിച്ച് സോറി പറയിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളെ മാനിപ്പുലേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സൈക്കോളജി ഓഫ് ഇമോഷണൽ മാനിപ്പുലേഷൻ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വ്യക്തി നമ്മുടെ ഫീലിങ്സിനെ യൂസ് ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ പാർട്ട്ണർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവില്ല. അത് ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന 3 കാരണങ്ങളുണ്ട്. 1 അഫെക്ഷൻ, 2 ഗിൽറ്റ്, 3 ഫിയർ. ഇതിനെ സൈക്കോളജി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊരു സൈക്കോളജിക്കൽ കൺട്രോൾ ആണ്. ഒരു വ്യക്തി ആൾക്ക് ഡൊമിനേഷൻ, അതുപോലെ പവർ, ഈ പാർട്ട്ണറിന്റെ കയ്യിൽ നിന്നുള്ള അറ്റൻഷൻ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ട്ണറിന്റെ ഇമോഷൻസിനെ ട്വിസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് എല്ലാ മാനിപ്പുലേറ്റേഴ്സും യൂസ് ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളാണ്. ഫസ്റ്റ് വൺ, ഗിൽറ്റ് ട്രാപ്പിംഗ്. ഇപ്പം നമ്മൾ എത്ര വലിയ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2 വ്യക്തികൾ 2 ഇൻഡിവിജ്വൽസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസുകളും പേഴ്സണൽ ബൗണ്ടറീസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അതുകൊണ്ട് നമ്മളിൽ ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാക്കിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മളോട് നോർമലി സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടായിരുന്നവർ നമ്മൾ ഇമോഷണലി ഒന്ന് പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുക. അവരുടെ അഫെക്ഷൻ, നമ്മളോടുള്ള അഫെക്ഷൻ അവർ വിഡ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ, അങ്ങനെ നമ്മുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി നമുക്കൊരു സ്ട്രെസ്സിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് വരുന്നത് പ്ലേയിങ് ദ വിക്ടിം ആണ്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിപ്പോൾ ആരുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടോ ആവാം, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് 2 പേരും തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആർഗ്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഹേർട്ടായെന്നും പ്രശ്നത്തിന് നേരെ തിരിച്ച് ഇപ്പോൾ പ്രശ്നം ഉണ്ടാവാനൊരു റീസൺ ഉണ്ടാവും, ആ റീസണിൽ നിന്നൊക്കെ മാറ്റി ഈ ഒരു ആർഗ്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവർക്ക് ഹേർട്ടായി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് അവർ അവിടെ ഒരു വിക്ടിമായിട്ട് ആക്ട് ചെയ്യും. ഒരു സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ പാർട്ട്ണർക്ക് ഒരു റിഗ്രറ്റ് തോന്നാൻ വേണ്ടിയിട്ട് ഇവരൊരു ഇമോഷണൽ ട്രാക്ക് പിടിച്ചിട്ട് അങ്ങനെ ഒരു വിക്ടിം പ്ലേ അവിടെ നടത്തും എന്നുള്ളതാണ്. അങ്ങനെ നടത്തിയിട്ട് ഇവരുടെ ആവശ്യങ്ങളൊക്കെ ഇവർക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഓവർ ലവ് ആൻഡ് വിഡ്രോ. ഇവര് നമ്മളെ ഒരുപാട് സ്നേഹിക്കും. ഒരു ലവ് ബോംബിങ് ആയിരിക്കും അവിടെ നടക്കുന്നത്. കുറച്ച് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് ഇവർ നമ്മളടുത്ത് ഒരുപാട് ലവ് എക്സ്പ്രസ് ചെയ്യും. അതിനുശേഷം പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, നമ്മൾ ഈ ഒരു ലവിനോട് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ ലവ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് അവർ ക്ലാരിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും, എന്തുകൊണ്ടാണ് ഇവരിത് സ്റ്റോപ്പ് ചെയ്തതെന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഇവരുടെ ലവിന് വേണ്ടിയിട്ട് നമ്മൾ ക്രേവ് ചെയ്യും. അത് നമ്മുടെ ഇമോഷൻസിനെ ഭയങ്കര ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മാനിപ്പുലേഷന്റെ പിന്നിലുള്ള സൈക്കോളജിയാണ്. ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉള്ളവരും അതുപോലെ കൺട്രോൾ ഇഷ്യൂസ് ഉള്ളവരും ആയിരിക്കും. അവരുടെ മൈൻഡിൽ എപ്പോഴും അവരുടെ ആ ഒരു ഡൊമിനേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പാർട്ട്ണറിനെ അവർ ഇമോഷണലി കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് അവരുടെ ആ ഒരു ഡൊമിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇനി ഈ ഒരു മാനിപ്പുലേഷൻ ചെയ്യപ്പെടുന്ന ആളുകൾ, ഇതിലെ വിക്ടിംസ് എന്ന് പറയുന്നവർ ഹൈലി എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. ടൂ മച്ച് ആയിട്ട് ഒരുപാട് കെയർ ചെയ്യുന്ന ആളുകളായിരിക്കും. പിന്നെ ഈസി ആയിട്ട് കൺവിൻസ്ഡ് ആവുകയും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. പിന്നെ അവർ ചാൻസ് കൊടുക്കുന്നവരായിരിക്കും. അവർക്ക് മനുഷ്യന്മാർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ഒരു ചാൻസ് അല്ല, 2 ചാൻസ് അല്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാൻസസ് കൊടുക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനത്തെ ഒരു കോംബോ വരുന്ന സമയത്ത് ഇതൊരു വലിയ ലൂപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ചാൻസ് കൊടുക്കുന്നവർ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അവരൊരു ഹോപ്പിലായിരിക്കും ജീവിക്കുക. അവർ ഇന്ന് മാറും നാളെ മാറും. ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ലൂപ്പിന്റെ അകത്തായിരിക്കും അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് വരുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ലിസൺ ചെയ്യുക. ഇപ്പോൾ ഏതൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡ്
അവരുടെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ മാത്രം കൺസിഡർ ചെയ്യാതെ നമുക്കുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സൈഡ് എന്താണെന്ന് കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. ഇനി സെക്കൻഡ് പോയിന്റ്, ഇപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായതിനു ശേഷം നമുക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫീൽ ആണോ വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ലവ് അല്ല, മറിച്ച് അത് മാനിപ്പുലേഷൻ ആണ്. മൂന്നാമത്തെ പോയിന്റ്, നമുക്ക് നമ്മളുടെ ട്രസ്റ്റിനെ റീബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മളുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾക്ക് നമ്മളുടെ ഫീലിങ്സിനെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെ വേറൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് അത് തെറ്റാണ് എന്ന് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നാലാമത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റിയൽ ലവിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ചെറുതായ പോലൊരു ഫീല് നിങ്ങൾക്ക് തോന്നില്ല. ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് വിസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ആണ് ഉണ്ടാവുക. സെൽഫ് ഡൗട്ടും അതുപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്നുള്ള ഡൗട്ട്സിലുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ എൻഡ് സ്റ്റേജ് ആവുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവും എന്നുള്ളതാണ്. സോ ബി സേഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന, സൈനിങ് ഓഫ്.